സായിയെ വെറുത്തിരുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് കുറെ ആളുകൾ വന്ന് കമന്റിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ക്രൂവിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കും, പോയി ഡ്രൈവ് അടിക്കാൻ പറ്റുമോ? വിരാട് കോഹ്ലിനെ സിക്സ് അടിക്കാൻ പഠിപ്പിക്കും, സിക്സ് അടിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കളി. അത് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്, അത് ഇവിടെ മാത്രമൊന്നുമല്ല. ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെയൊക്കെ വിമർശിച്ചപ്പോൾ സ്വയം ബിഗ് ബോസിലോട്ട് പോവാണ്. അപ്പം എനിക്കും വിമർശനങ്ങൾ വരുമെന്ന് ഡെഫിനറ്റ്ലി. അപ്പം അത് ഏത് ലെവൽ വരെ പോകും? അല്ലെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ വരെ പോകുന്നില്ല. മതവും രാഷ്ട്രീയമായിരുന്നു ഞാൻ മെയിനായിട്ട് സിനിമയിൽ. ഏത് എക്സ്ട്രീമിലും ഇന്നെ ട്രോൾ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വിമർശനങ്ങൾ വരുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ വിമർശിക്കുന്നതും അരിയാണ്, എല്ലാം അരിയാണ്. എൻഡ് ഓഫ് ദ ഡേ മോണിറ്ററി ബെനിഫിറ്റും ആയിരിക്കാം, ട്രാക്ഷൻ ആയിരിക്കാം. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ വേറെ എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതൊന്നും ബാധിക്കാതിരുന്നതിന് എനിക്ക് വേറെ വിഷയം. അതേപോലെ സായി ബിഗ് ബോസിൽ പോയതിനു ശേഷം സായിയെ വെറുത്തിരുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് കുറെ ആളുകൾ വന്ന് കമന്റിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാണ്. അത് മിസ്സായി. അത് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവർക്കും സമയത്ത് ബിഗ് ബോസിനെതിരായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇപ്പോൾ ഈ ബിഗ് ബോസ് കാസ്റ്റിങ്ങിനെതിരായിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരായി. അത് ഞാൻ ഈ സാധനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. കണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ ഈ കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ? ഒരു വിഷയം അഖിൽമാരാർ പറഞ്ഞ് സം അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്, ലേഡീസ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് അങ്ങനത്തെ പ്രശ്നം പറഞ്ഞു. ആളാരുടെ പേര് പറഞ്ഞില്ല. അപ്പൊ ആള് ചോദിച്ചെന്ന് വെച്ചാല് സായിക്ക് വല്ല അറിവുണ്ടോ ചോദിച്ചു. അറിയില്ല. നന്ദനിക്ക് വല്ല അല്ല, ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ല. അതെ, ഞാൻ പറഞ്ഞ കുറെ കേട്ട് എന്തൊക്കെ സംഭവം. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ക്രൂവിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അത്രേ ഉള്ളൂ. എനിക്കുണ്ടായില്ല. ജാസ്മിന്റെ ഒക്കെ ഗെയിം ഇപ്പൊ എങ്ങനെയാ നോക്കി കാണുന്നത്? അത് ഇറങ്ങിയപ്പോ എങ്ങനെയായിരുന്നു? ഞാൻ അതിൽ ആരെയും